ടി ജി, ഈ സൈബർ CPMകാരുടെ കാട്ടുകടന്നലിലെ പ്രമുഖൻ അതായിരുന്നു PV അൻവർ. PV അൻവർ വഴിയാണ് പല കാര്യങ്ങളും CPMും അവരുടെ സൈബർ ടീമും പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായ പിന്തുണയാണ് PV അൻവറിനുണ്ടായിരുന്നത്. പലപ്പോഴും ചെസ്റ്റ് നമ്പറൊക്കെ കൊടുക്കാൻ വേണ്ടി ആളുകൾ മത്സരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ബ്രേവിൻ്റെയും ചെസ്റ്റ് നമ്പർ കൊണ്ട് കൊടുക്കുന്ന കണ്ടിരുന്നു. PVയുടെ പോസ്റ്റിൻ്റെ താഴെ കമൻ്റായിട്ട് അടുത്ത ചെസ്റ്റ് നമ്പർ ബ്രേവ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള PV അൻവർ ഈ അടുത്ത സമയത്ത് വലിയ ഒരു ബോംബ് പൊട്ടിച്ചു എന്ന് അവകാശപ്പെട്ടു. അവസാനം മുഖ്യമന്ത്രിയെ കണ്ട് ഏകദേശം ഒതുങ്ങി. അതായത് ഈ നനഞ്ഞ പടക്കം ഇതിലും നന്നായി ചീറ്റും എന്ന് പറയുന്ന അവസ്ഥയിൽ PV അൻവർ പോകുന്നൊരവസ്ഥയാണ് ഇന്ന് മാധ്യമങ്ങൾ കണ്ടത്. നാളെ എന്താകുമെന്ന് അറിയില്ല. ഈ ഒരു സാഹചര്യവും ഈ PV അൻവറിൻ്റെ ഈ ഒരു രംഗപ്രവേശവും പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടുള്ളതാണോ അതോ എങ്ങനെയാണ് പാർട്ടിയിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി PV അൻവറിൻ്റെ? അതെ, PV അൻവർ നിരാശനാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഭരണപക്ഷത്തെ MLA ആണ്, സ്വതന്ത്രനാണെങ്കിലും CPMൻ്റെ ആൾ തന്നെയാണ്. മത്സരിച്ച് സ്വതന്ത്രൻ എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. CPMൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ലോയൽറ്റി അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് എത്രയുണ്ട് എന്നൊക്കെ. അദ്ദേഹം ഈ പോലീസുകാരുമൊക്കെ ആയിട്ട് ഗുസ്തിയിലായിട്ട് ഇതിന് വലിയൊരു സമാധാനമൊന്നും ഉണ്ടാവുന്നില്ല. അദ്ദേഹം SP-യുടെ കോമ്പൗണ്ടിലേക്ക് കയറാൻ ചെന്ന് കഴിയുമ്പോൾ ഒരു സാധാരണ പോലീസുകാരൻ തടയുന്നു. കയറാൻ പറ്റില്ല സാർ, SP വീട്ടിലില്ല. അല്ല, ഞാൻ വന്നത് മറ്റേ മരക്കുറ്റി കാണാനാണ്. എന്ത് കുറ്റി കാണാനാണെങ്കിലും ഇപ്പോൾ കയറാൻ പറ്റില്ല. അപ്പോൾ പോലീസുകാരൻ SP-യെ വിളിച്ച് ചോദിച്ചു, സാർ ഇങ്ങേര് വന്നിട്ടുണ്ട്, കയറ്റണ്ട, അവൻ വരുന്നിടത്ത് വെച്ച് കണ്ടോളാം. കയറ്റിയില്ല. അതിനെ തുടർന്നാണ് പുള്ളി സൂചനാ സത്യാഗ്രഹം ഇരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ടും അനക്കമൊന്നുമില്ല. അപ്പോഴാണ് പുള്ളി ഈ അവസാനത്തെ ആയുധം എന്ന് അദ്ദേഹം കരുതുന്ന വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നത്. വോയിസ് ക്ലിപ്പ് കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. അതിൽ സംസാരിക്കുന്നൊരു SP ആണ്. ആ SP തനിക്ക് മുമ്പിരുന്ന SP-യെ പറ്റിയും തനിക്ക് ശേഷം വന്ന SP-യെ പറ്റിയും വേറൊരു ജില്ലയിലെ SP-യെ പറ്റിയും ഒക്കെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇതുപോലത്തെ പരദൂഷണം കേൾക്കാനൊരു സുഖമുണ്ടല്ലോ. അപ്പോൾ അതെല്ലാവർക്കും സുഖിച്ചു. അത് വലിയ വാർത്തയായി. ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നമായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്നൊക്കെ മുഖ്യമന്ത്രിയും പറഞ്ഞു. ഇന്നിപ്പോൾ അൻവർ പോയിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു തെളിവ് കൊടുക്കാൻ. ഈ തെളിവ് നേരത്തെ കൊടുത്താൽ പോരായിരുന്നോ? ഈ കോലാഹലത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന് കുറേ പേരെ ചീത്തയാക്കണം എന്ന ആഗ്രഹമുണ്ട് അൻവറിന്. പ്രശ്നം സോൾവ് ആകുക മാത്രമല്ല, ഇവർ നിയമദൃഷ്ടിയാ പോയി ചീത്തയായി വരുമ്പോഴത്തേക്ക് വർഷങ്ങൾ കുറേ എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ അഡ്വാൻസായിട്ട് അങ്ങ് ചീത്തയാക്കിയേക്കാം. അപ്പോൾ പിന്നെ നല്ലതാണ് എന്ന് കാണിക്കാനുള്ള ബാധ്യത അവരുടെയായിട്ട് മാറി. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കണം, ഡെസ്പായിരിക്കണം. അതാണ് അൻവറിനെ നയിച്ചത്. ഇപ്പോൾ തെളിവ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഈ പലരും ധരിക്കുന്ന പോലെ നിങ്ങളൊരാളുടെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്താൽ അത് വലിയ തെളിവൊന്നുമല്ല. ഈ വിസ്താരവേളയിൽ ഈ മനുഷ്യൻ പറഞ്ഞാൽ മതി, അതൊന്നും ഞാൻ പറഞ്ഞതൊന്നുമല്ല. അല്ലെങ്കിൽ ഞാനൊരു ഇൻഫ്ലുവൻസർ എന്നോട് നേരത്തെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞു, ഞാൻ സംസാരിച്ചു. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ സംസാരിച്ചു. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് അപ്പോൾ കേൾക്കാം, സുജിത് ദാസ് മൊഴി മാറ്റി. മൊഴി മാറ്റമൊന്നുമല്ല. ഞാനോ വായിച്ചിത്തോ ഒക്കെ ദേഷ്യം വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവനൊരു പോട്ടനാണ്, മഹാവൃത്തികെട്ടവൻ എന്ന് ഞാൻ പറയുന്നു. ഇത് ശരിക്കും ഞാൻ മീൻ ചെയ്യുന്നില്ല, ദേഷ്യം കൊണ്ട് പറയുന്നതാണ്. ഈ സംസ്കൃതത്തിൽ പറയും, ശേഷം ക്രോധേന പൂരയേത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാതെ വരുമ്പോൾ അതിൻ്റെ ബാക്കി ദേഷ്യം കൊണ്ട് പൂരിപ്പിക്കുക. അതിനാണ് ഈ വാക്ക് ആളുകൾ തെറി വിളിക്കുന്നത് കണ്ടില്ലേ. ഒരു പോയിൻ്റ് പറയാൻ ഇല്ലാതെ വരുമ്പോഴാണ് വായിൽ തെറി വരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ തെറി പറയുന്നത്. പോയിൻ്റ് ഇല്ലാതെ ആകുമ്പോൾ ഇതിലേക്ക് കടക്കും. അപ്പോൾ ഈ പ്രശ്നം കോടതികൾക്കും സംഗതിക്കൊക്കെ അറിയാം. ഞാൻ ഐ വാസ് ഷോർട്ട് ടെമ്പേർഡ്, ഐ വാസ് ഇറിറ്റേറ്റഡ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് ഐ ടോൾഡ് ഇറ്റ്. അല്ലാതെ എനിക്കതിനുള്ള യാതൊരു തെളിവോ സംഗതിയൊന്നുമില്ല.
നിങ്ങളല്ലേ പറഞ്ഞത് പാലക്കാട്ടെ എസ് പി ഇപ്പോഴിരിക്കുന്ന എസ് പി പൊട്ടനാണെന്ന്. ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു സാർ. അതിപ്പോൾ അതിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് എനിക്കെതിരെ ഒരു മാനനഷ്ട കേസോ വല്ലതും കൊടുക്കാം എന്നുള്ളതല്ലാതെ ഈ ക്രിമിനൽ കേസിൽ ഇതൊരു തെളിവാകുന്നത് എങ്ങനെയാണ്? ഒരാൾ പൊട്ടനാണ്, ദാറ്റ് മീൻസ് ഹീ ഈസ് നോട്ട് ഇൻ്റലിജൻറ്റ്. ഇത് കവിഞ്ഞെന്താ? ഇത്തരം സാധനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജനറൽ അലിഗേഷൻസ്, സകല സ്ഥലത്തും കൈയിട്ട് വാരുകയല്ലേ. ഓ, ഇത് തെളിവല്ല, കോടതിയിലൊരു തെളിവല്ല. ചുമ്മാ സകല സ്ഥലത്തും കൈയിട്ട് വാരുന്നവനാണ് എം ആർ അജിത് കുമാർ തെളിവാകുക. എവിടെയാണെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ എം ആർ അജിത് കുമാറിന് തിരിച്ച് അൻവറിനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാം. എന്നെപ്പറ്റി ഇങ്ങനെ വീശി അങ്ങ് മോശം കമൻ്റ് പറഞ്ഞു. അതല്ലാതെ ഒരു ക്രിമിനൽ കേസിൻ്റെ അടിസ്ഥാനമാകുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു ഷാജൻസ്കറിയ 2 കോടി കൊടുത്ത് ADGP എം ആർ അജിത് കുമാറിനെ കൊണ്ട് കേസുകളൊക്കെ ബ്ലോക്ക് ചെയ്യിച്ചു. അതിൽ തന്നെ 1.5 ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ, ഇനിയിപ്പോൾ 50 ലക്ഷം കൊടുക്കാനുണ്ട് എന്നൊക്കെ പറയുന്നു. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നുള്ളതല്ലാതെ അത് എവിഡൻസ് ആകുന്നില്ലല്ലോ. 1.5 ലക്ഷം രൂപ എവിടെ വെച്ച് കൊടുത്തു, ആര് കൊടുത്തു? ആ ആൾ പ്രത്യക്ഷപ്പെടുന്നു, ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. എം ആർ അജിത് കുമാർ ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു, എന്നാലും കൊടുത്തതായിട്ട് തെളിയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ശിക്ഷയും സംഗതിയൊക്കെ ആകുന്നുള്ളൂ. അതല്ലെങ്കിൽ എനി ലൂസ് മൗത്ത് ക്യാൻ സേ എനിത്തിങ് എഗൻസ്റ്റ് എനിബഡി. അപ്പോൾ അതുകൊണ്ട് അൻവർ എന്തെങ്കിലും ഭൂമികുലുക്കം വരുത്തി എന്ന് ഞാൻ കരുതുന്നില്ല. ഇത്തരം അലിഗേഷൻസ് ആർക്കും ഇത് ചെയ്യാം.